സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. പോണ്ടിച്ചേരിയിൽ അല്ലിയുടെ ജന്മതീയതി തേടിപ്പോയ കഥ പറഞ്ഞു തീർക്കുകയായിരുന്നു സന്ദീപ്. മാളവിക പ്രസവിച്ച കുഞ്ഞിനെ എന്തുകൊണ്ടാണ് അവർ കൊല്ലാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നുകിൽ അവരിൽ ആർക്കെങ്കിലും മനസ്സിലുമുണ്ടായി കാണും, അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്ന ആൾ അവരെ പറ്റിച്ചിട്ടുണ്ടാകും. അന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. സന്ദീപ് രാജഗോപാലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് തുടർന്നു. ഇദ്ദേഹം ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് കരുതി വളർത്തി. ഇതൊക്കെ ഇങ്ങനെ വരണമെന്നുള്ളത് ഒരു വിധിയാ. അതുകൊണ്ടാണിപ്പോൾ ചന്ദ്രബാബുവിൻ്റെ മകൾ നിങ്ങളുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത്. ശേഖരൻകുട്ടിക്കോ രമണിക്കോ യാതൊരു തെളിവും ഇനി ആവശ്യമില്ല. അല്ലിമയെ ആദ്യം കണ്ടപ്പോൾ തന്നെ വിവേചിച്ചറിയാനാവാത്ത ചില സംശയങ്ങൾ അവർക്ക് തോന്നിയിരുന്നു. വില്ലേജ് ഓഫീസിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ കണ്ടതുകൊണ്ട് അവരത് അവഗണിച്ചെന്നേയുള്ളൂ. അക്കാര്യം ശേഖരൻകുട്ടി പലതവണ ആവർത്തിച്ചു പറഞ്ഞു. രമണിയുടെ കണ്ണിൽ നിന്ന് നിശബ്ദമായി ഒരു നീർച്ചാൽ അപ്പോഴും ഒലിച്ചുകൊണ്ടിരുന്നു. അവർക്ക് അല്ലിമയെ നോക്കാൻ വയ്യ. അപ്പോഴേക്കും നെഞ്ചുമുട്ടും, കണ്ണിലേക്ക് ഉറവ കുതിച്ചു വരും. മാളവികയ്ക്ക് വയറ് നോവുമ്പോൾ തൈലമിട്ട് തടവിക്കൊടുത്തിരുന്നത് രമണിയായിരുന്നു. വീർത്തു പൊട്ടാറായ നിലയിലായിരുന്നു 8ാം മാസത്തിൽ തന്നെ മാളവികയുടെ ഉദരം. അതിനുള്ളിൽ കിടന്ന് അല്ലിമ ചലിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോൾ വയറിൻ്റെ ഏതെങ്കിലും ഭാഗം മുഴച്ചു വരും. മുങ്ങാങ്കുഴിയിട്ട് പൊന്തുന്ന പോലെ രമണി തൈലമിട്ട് അവിടെ മൃദുവായി തടവിക്കൊടുക്കും. അപ്പോൾ മറ്റൊരു ഭാഗത്ത് മുഴച്ചു വരും. അത് കാണുമ്പോൾ രമണി പറയും, അവൾക്കൊരു സുഖം വരുന്നില്ല കിടന്നിട്ട്, കയ്യും കാലും ഇളക്കുന്നതാ. ഇങ്ങ് വെളിച്ചത്തോട്ട് വരാൻ ധൃതിയായിന്ന് തോന്നണ്. അവളോ? മാളവിക ചോദിക്കും. അവളുടെ വിചാരം ആൺപ്രജയാണ് തൻ്റെ വയറ്റിലുള്ളതെന്നാണ്. അവൻ പുറത്തു വരണം, അവനെ വളർത്തി വലുതാക്കണം. അവനാണ് എല്ലാ അനീതികൾക്കും കണക്ക് തീർക്കേണ്ടവൻ. അവനാണ് അവൻ്റെ അച്ഛൻ്റെ ഘാതകരെ കണ്ടെത്തി നശിപ്പിക്കേണ്ടവൻ. പെൺകുട്ടിയാ മോളെ, വയറ് കണ്ടിട്ട് അങ്ങനെയാ തോന്നണേ. അതാ ഇത്രയും വലിയ വയറ്. 3 പ്രസവിച്ച രമണിക്ക് അനുഭവജ്ഞാനം മാത്രമല്ല, ധാരാളം കേട്ടറിവുകളുമുണ്ട്. ആ പെൺകുട്ടിയാണ് കൺമുന്നിൽ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ രമണിക്ക് കണ്ണിൽ ഉറവ പൊട്ടുന്നു. ശേഖരൻകുട്ടി ഓരോന്ന് പറയുമ്പോൾ തൊണ്ട ഇടറുന്നുണ്ട്. അയാളിൽ നിന്ന് ആദ്യം കേട്ട പരുക്കൻ ശബ്ദമല്ല ഇപ്പോഴുള്ളത്. ഗദ്ഗതം കൊണ്ട് വാക്കുകൾ കിട്ടാതെ പോകുന്നു. എൻ്റെ മോനെ കാണാണ്ടായപ്പോൾ മുതൽ ഞങ്ങൾ മാളുവിനോട് പറഞ്ഞതാ, മോളെ തിരിച്ചു പോയിക്കോ, മോളുടെ വീട്ടുകാരുടെ അടുത്തോട്ട് തന്നെ പോയിക്കോ. പക്ഷെങ്കിൽ മാള് ജീവനുണ്ടെങ്കിൽ പോവില്ല, എന്നെയും അവർ കൊല്ലട്ടെ എന്നാണ് അവൾ പറയണേ. അവൾക്ക് ആ കുഞ്ഞിനെ വേണം. വീട്ടുകാരുടെ അടുത്തോട്ട് തിരികെ പോയാൽ അവരതിനെ നശിപ്പിക്കുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ മോനെ നഷ്ടപ്പെട്ടു, അവൻ്റെ കുഞ്ഞിനെയെങ്കിലും വേണമെന്ന് മാളു വാശി പിടിച്ചപ്പോൾ. അത്രയും പറഞ്ഞപ്പോഴേക്കും ശേഖരൻകുട്ടിയുടെ ശബ്ദം മുറിഞ്ഞു. പറയാൻ പറ്റുന്നില്ല. വാക്കുകൾ നനഞ്ഞു കുതിർന്ന് തൊണ്ടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നു. സന്ദീപ് അയാളുടെ തോളത്ത് മൃദുവായി തട്ടി. അല്ലിമ നിറമിഴികളോടെ എല്ലാം കേട്ട് അരികെ നിൽപ്പുണ്ട്. ഔസേപ്പച്ചനും പൈലിക്കുഞ്ഞും തങ്കച്ചനും ജീപ്പ് ഡ്രൈവറും വീട്ടിനകത്ത് തന്നെയുണ്ട്. അവരും കേൾക്കുകയാണ്. മാളുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ മുറിഞ്ഞപുഴയിലെ സ്ഥലം കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് പെരിയാർ വാലിക്ക് പോകുന്നത്. എല്ലാവരും സൗകര്യമുള്ള സ്ഥലമല്ലേ വാങ്ങാറ്? യാതൊരു സൗകര്യവുമില്ലാത്ത ഒരു സ്ഥലം ഞാനെന്ന് തിരഞ്ഞു കണ്ടുപിടിച്ചതാ ഇത്. ശേഖരൻകുട്ടി ഒന്ന് നിർത്തി ദീർഘശ്വാസം എടുത്തു. സന്ദീപിനെയും അല്ലിമയെയും നോക്കി ശേഖരൻകുട്ടി പറഞ്ഞു. സന്ദീപ് അക്ഷമനായി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിടത്തോളം കാലം മാളുവിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കി. ഭക്ഷണത്തിനും കരുതലിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അവൾക്ക് ഞങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഒരു സൗകര്യവും ഇല്ല. വലിയ വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ച ഞങ്ങളുടെ കൂടെ കപ്പയും തിന്ന് കഞ്ഞിയും കുടിച്ച് പായേ കിടന്നുറങ്ങി തണുപ്പും സഹിച്ച് കഴിയുന്നേ. എന്നാലും അതിന് ഞങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി. ആശുപത്രിയിൽ പോകണമെങ്കിൽ 6 മൈൽ അകലെ മുരിക്കാശ്ശേരിക്ക് പോകണം, നടന്നു പോകണം. ജീപ്പ് കെട്ടണമെങ്കിൽ തേക്കിൻ തണ്ടേ ചെല്ലണം. എന്നിട്ടും പൊന്നുപോലെ നോക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്തിട്ടാണെന്ന്. സ്നേഹമല്ലേ ഏറ്റവും വില പിടിച്ച പൊന്ന്. അത് കൊടുത്തു, നല്ല പോലെ പരിപാലിച്ചു. മാളു ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, ഒരു വാക്ക്. പിന്നെയും ശേഖരൻകുട്ടിക്ക് തൊണ്ടയടഞ്ഞു. രമണി മൂക്ക് പിഴിഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവർക്ക് കേട്ട് നിൽക്കാനും വയ്യ. അല്ലിമ തൂവാലയെടുത്ത് നിറമിഴികളൊപ്പി. കണ്ണീര് വരുന്നതിൽ അവൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ അനുഭവിച്ച യാതനകളാണ് കേൾക്കുന്നത്. അമ്മയെ കണ്ടിട്ടില്ല, ഇനി കാണുമോ എന്നും അറിയില്ല. ശേഖരൻകുട്ടി പറയുമ്പോൾ അവൾ അമ്മയെ കാണുന്നുണ്ട്.
അപ്പോഴെല്ലാം കണ്ണിൽ വെള്ളം നിറയുന്നു. പിന്നെ എങ്ങനെയാ മാളു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത്? സന്ദീപ് ചോദിച്ചു. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ നേരത്ത് 4-5 പേര് വീട്ടുമുറ്റത്തോട് ഇറങ്ങി വന്നു. മഴത്തൂളലുണ്ട്. ഞാൻ ഓലിന്ന് വെള്ളം കോരി കുളിച്ചിട്ട് കയറി വരുമ്പം അവർ മുറ്റത്ത് നിൽക്കുക. ആര്? ഒന്ന് മാളുവിൻ്റെ ആങ്ങളെയാ, ഹരീന്ദ്രൻ എന്നാ പേര്. പിന്നെ ആ പോലീസുകാരൻ ബാലകൃഷ്ണമേനോൻ, അങ്ങുന്നിൻ്റെ മരുമോൻ ഹേമചന്ദ്രൻ. അയാളാ എൻ്റെ മോനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. അയാൾ മനുഷ്യനൊന്നുമല്ല മോനെ, ചെന്നായിയാ. ശേഖരൻകുട്ടിയുടെ സ്വരത്തിൽ അമർഷം നീറിപ്പുകഞ്ഞു. അത് ശരിയാ ശേഖരൻ മാമ, ബാക്കി പറ. സന്ദീപിന് ക്ഷമ നശിച്ചു. അവർ ഞങ്ങളോട് പറഞ്ഞു, മാളു അവരുടെ കുട്ടിയാ. അവൾ ഇങ്ങനെയൊരു വീട്ടിലല്ല ജീവിക്കേണ്ടത്. അവൾക്ക് നല്ല ആശുപത്രിയും നല്ല ചികിത്സയും വേണം. അതുകൊണ്ട് അവളെ അവരുടെ കൂടെ വിട്ടയക്കണമെന്ന്. മാള് ജീവനുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകില്ല. അവസാനത്തെ കച്ചിത്തുരുമ്പെ പിടിച്ച് കിടക്കണ മാതിരിയാ. അവസാനം അവരെൻ്റെ ഇളയ മോനെ പിടിച്ചു വെച്ചു. അവനെ പരുന്തകാലിൽ കെട്ടിവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ മകനല്ലേ ജയിലിലാണെന്ന് പറഞ്ഞത്? സന്ദീപ് ചോദിച്ചു. അവൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ആയിപ്പോകാൻ അവരാ സാറേ കാരണം. ചന്ദ്രബാബുവും മാളുവും നാട് വിട്ടു പോയപ്പോൾ പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലിട്ട് തല്ലി ചതിച്ചതിന് കണക്കില്ല സാറേ. അവനന്ന് 14 വയസ്സേ ഉള്ളൂ. 9ാം ക്ലാസ്സിൽ നല്ല പോലെ പഠിച്ചുകൊണ്ടിരുന്നതാ. എല്ലാം നിന്നുപോയി. അവനെ കൊന്നുകളയുമെന്നാ അവർ പറഞ്ഞത്. അവരത് ചെയ്യാൻ മടിക്കില്ലെന്ന് ചന്ദ്രബാബുവിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തെളിഞ്ഞതാണല്ലോ. അവിടെ ഞങ്ങൾ തോറ്റുപോയി മോളെ. അവരുടെ കൂടെ പോയിക്കോ എന്ന് ഞങ്ങൾക്ക് മാളുവിനോട് പറയേണ്ടി വന്നു. 2 ആൺമക്കൾ ഉണ്ടായിട്ട് ഒരാളെങ്കിലും ബാക്കി വേണ്ടേ ഞങ്ങൾക്ക് കൊള്ളിവെക്കാൻ? ശേഖരൻകുട്ടി നിർത്തി ശ്വാസമെടുത്തു. പിന്നെ സ്വരം താഴ്ത്തി പറഞ്ഞു. മാളു ഇത്തിരി നേരം മിണ്ടാതെ നിന്നു. പിന്നെ തലയാട്ടി സമ്മതിച്ചു. പൊയ്ക്കൊള്ളാമെന്ന്. എല്ലാം അവൾ ആലോചിച്ചു കാണും. ചന്ദ്രബാബുവിനെ കാണാതാകൽ, ഞങ്ങളുടെ ദുരിതം, അനിബാബുവിൻ്റെ ജീവൻ, എല്ലാം. അനിബാബു എന്നാണോ ഇളയ മകൻ്റെ പേര്? ഞങ്ങൾ അങ്ങനെയാ വിളിച്ചുകൊണ്ടിരുന്നേ. അന്ന് ഈ വീട്ടിൽ കരണ്ടില്ല. ഇരുട്ടത്ത് വിളക്കിൻ്റെ വെട്ടത്തിലെ നിഴല് പോലെ മാളു ഇറങ്ങിപ്പോയത് എൻ്റെ കണ്ണിലുണ്ട്. ഇപ്പോഴും മുറ്റത്തുനിന്ന് വഴിയിലോട്ട് കയറിക്കഴിഞ്ഞപ്പം അതും ഇല്ലാണ്ടായി. മിന്നാമിനുങ്ങ് പോലെ ടോർച്ചിൻ്റെ വെട്ടം മാത്രം കുറച്ച് ദൂരം വരെ കണ്ടു. പിന്നെ ഇന്നേ വരെ ഞങ്ങൾ അവളെ കണ്ടിട്ടില്ല. ശേഖരൻകുട്ടി പറഞ്ഞു നിർത്തി. പിന്നീടുണ്ടായ നിശബ്ദതയിലേക്ക് നിശ്വാസങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. മാളവികയുടേതായ എന്തെങ്കിലും അടയാളങ്ങൾ ആ വീട്ടിനുള്ളിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരക്കിയത് സന്ദീപിൻ്റെ ഉള്ളിലെ പത്രപ്രവർത്തകൻ്റെ അന്വേഷണത്വരയായിരുന്നു. ശേഖരൻകുട്ടി സന്ദീപിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ അല്ലിമയും ചെന്നു. ആ വീട്ടിലെ ആകെ ഒരു കിടപ്പുമുറിയായിരുന്നു അത്. അതിൽ 2 കട്ടിലുകളുണ്ട്. അതിനോട് ചേർന്നുള്ള ചായ്പിൽ പണ്ടത്തെ മാതിരി പ്ലാസ്റ്റിക് വരിഞ്ഞ ഒരു ചെറിയ കട്ടിലും കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇരുട്ട് തങ്ങി നിന്നു. ശേഖരൻകുട്ടി ലൈറ്റിട്ടു. ഒരു മുറിയെന്ന് പറയാൻ ഇതേയുള്ളൂ. അന്നും ഇന്നും. ദാ ഈ കട്ടിലാ മാളുവിൻ്റെ. രമണി ദാ ആ കട്ടിലേലും കിടക്കും. മാള് ഗർഭിണിയല്ലേ, എപ്പോഴും ഒരു നോട്ടം വേണ്ടേ? ശേഖരൻകുട്ടി പറഞ്ഞു. ഇംഗ്ലീഷിലെ L അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് കട്ടിലുകൾ ഇട്ടിരിക്കുന്നത്. പണ്ടും ഇതിങ്ങനെ തന്നെയാ. മാള കിടന്ന കട്ടിലെ ഇപ്പം രമണിയ കിടപ്പ്. ഞാനിപ്പുറത്തും. അനിയുണ്ടായിരുന്നപ്പോൾ അവൻ ചായ്പി കിടക്കും. ശേഖരൻകുട്ടി പറഞ്ഞു. എന്നിട്ട് ആ മുറിക്ക് ആകെ ഉണ്ടായിരുന്ന 2 പാളി ജനൽ തുറന്നു. ഇപ്പോൾ പകൽ വെളിച്ചവും പുറത്തെ തണുത്ത വായുവും ഉള്ളിലേക്ക് കടന്നു വന്നു. ആ ജനലിന് വിരിയൊന്നുമില്ല. അതിൻ്റെ പടിയിൽ എണ്ണയുടെയും കുഴമ്പിൻ്റെയും ചില കുപ്പികൾ വെച്ചിട്ടുണ്ട്. അല്ലിമ ആ ജനാലയ്ക്കൽ ചെന്ന് നിന്നു. ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. താഴെ വള്ളിപ്പടർപ്പുകൾ, ഏതാനും വൻ വൃക്ഷങ്ങൾ, പഴയ കാട്ടുമരങ്ങളാണ്. അതിനപ്പുറം പെരിയാറിലെ വൻ പാറക്കെട്ടുകൾ. മാളു എപ്പോഴും അവിടെ ചെന്ന് നോക്കി നിൽക്കും, ആ കമ്പിയഴിയും പിടിച്ചോണ്ട്. അന്നേരം ഇവിടെ നടക്കുന്നതൊന്നും അവൾ അറിയത്തില്ല. എന്തൊക്കെയാ അവളുടെ മനസ്സിലെന്ന് ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ. പേര് വിളിച്ചാൽ പോലും ഞെട്ടിപ്പോകും അവള്. ശേഖരൻകുട്ടി പറഞ്ഞു. അല്ലിമ പൊടി പുരണ്ട ആ അഴികളിൽ പിടിച്ചു. തൻ്റെ അമ്മയുടെ വിരൽ സ്പർശമേറ്റ അഴികളാണവ. അന്ന് അമ്മയുടെ ഉദരത്തിൽ താനുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അമ്മയെന്ന് തീർച്ചയായും തന്നെപ്പറ്റിയും ചിന്തിച്ചിട്ടുണ്ടാകും എന്നവൾ സങ്കല്പിച്ചു. 21 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൾ ഇതേ സ്ഥാനത്ത് വന്ന് നിൽക്കുമെന്ന് അമ്മ ഓർത്തിട്ട് കൂടി ഉണ്ടാവില്ല. മാളവികയുടെ ബിലോങ്ങിങ്സ് ഒന്നുമില്ലേ? പെട്ടി, പ്രമാണം, അങ്ങനെ എന്തെങ്കിലും? സന്ദീപിൻ്റെ ചോദ്യം കേട്ട് അല്ലിമ തിരിഞ്ഞു നോക്കി.
ദാ ഇരിക്കുന്ന പെട്ടി മാളുവിൻ്റെയാ. അലമാരയുടെ മീതെ കയറ്റി വെച്ചിരിക്കുന്ന ചാരനിറത്തിലുള്ള സൂട്ട് കേസ് ചൂണ്ടിക്കാട്ടി ശേഖരൻകുട്ടി പറഞ്ഞു. അതിനുള്ളിൽ എന്തൊക്കെയാ? ശേഖരൻകുട്ടി കൈയെത്തിച്ച് അതെടുക്കാൻ തുനിഞ്ഞപ്പോൾ സന്ദീപ് സഹായിച്ചു. സന്ദീപിന് ശേഖരൻകുട്ടിയേക്കാൾ ഉയരമുള്ളത് അപ്പോൾ ഉപകരിച്ചു. പെട്ടിയുടെ മീതെയും വശങ്ങളിലും പൊടി പിടിച്ചിട്ടുണ്ട്. ശേഖരൻകുട്ടി അഴയിൽ കിടന്ന ഒരു തോർത്തെടുത്ത് പൊടി തട്ടുകയും അതുകൊണ്ട് തന്നെ പെട്ടി തുടയ്ക്കുകയും ചെയ്തു. നിങ്ങൾ ഇതൊന്നും എടുക്കാറില്ലേ? സന്ദീപ് ചോദിച്ചു. രമണി ചിലപ്പോൾ എടുത്ത് നോക്കിയിട്ട് പൊടി തട്ടി വെക്കും. അകത്തെ ഒരു സാധനവും ഞങ്ങൾ മാറ്റിയിട്ടില്ല. ചന്ദ്രബാബുവിൻ്റെയും മാളുവിൻ്റെയും കുറച്ച് ഫോട്ടോയും എഴുത്തുകളുമൊക്കെ അതിലുണ്ട്. രമണി പടമൊക്കെ എടുത്തു നോക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്തിരിക്കുവാണോ? ശേഖരൻകുട്ടി അലമാരയ്ക്കുള്ളിൽ നിന്ന് ഒരു താക്കോൽ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് സന്ദീപിൻ്റെ കയ്യിൽ കൊടുത്തു. സന്ദീപ് സൂട്ട് കേസിൻ്റെ മുൻഭാഗം നോക്കി തിരിച്ചു വെച്ചു. താക്കോലിട്ട് അൺലോക്ക് ചെയ്ത ശേഷം സൂട്ട് കേസ് മലർക്കെ തുറന്നു. അതിൻ്റെ ഉള്ളിൽ ഇടത്തെ അരികു ചേർന്ന് കുറച്ച് ഡ്രസ്സ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റുമുണ്ട്, ബ്ലൗസ്, 2-3 ചുരിദാർ, 2 സാരി, ദേ പട്ടുപാവാട. അലിമ വിസ്മയും പുണ്ടു. മോളെ, അവൾക്കന്ന് 19 വയസ്സേ ഉള്ളൂ, ശേഖരൻകുട്ടി പറഞ്ഞു. അല്ലിമ ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു നിന്നു. 19 വയസ്സ്! അവൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ പ്രായം പോലും ഇല്ലായിരുന്നു അല്ലേ? മാള് പോയ ശേഷം ഞങ്ങളാരും ഇതെടുത്ത് നിവർത്തിയിട്ട് പോലുമില്ല, ശേഖരൻകുട്ടി പറഞ്ഞു. ഇത്രയുണ്ടായിരുന്നുള്ളൂ? അല്ലിമ ചോദിച്ചു. ഡ്രസ്സൊക്കെ വേറെ ഉണ്ടായിരുന്നു. അതെല്ലാം അലമാരയിലും അഴയിലുമൊക്കെയായിരുന്നു. ഒന്നും അവൾ കൊണ്ടുപോയില്ല. അനി കല്യാണം കഴിച്ചപ്പം അവൻ്റെ പെണ്ണ് ആ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് നടന്നു. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലൊന്നും അവൾ കേൾക്കത്തില്ല. പക്ഷേ ഈ പെട്ടിയെ കൈവയ്ക്കാൻ ഞാൻ സമ്മതിച്ചില്ല. മാള് വലിയ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. സന്ദീപ് സൂട്ട് കേസിൽ ബാക്കിയുള്ള വസ്തുക്കൾ ഓരോന്നായി നോക്കി. ഒരു ചെറിയ ഫോട്ടോ ആൽബം, പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ള ഫോട്ടോകൾ പലതും ദ്രവിച്ചു തുടങ്ങിയിരുന്നു. ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കേടുകൂടാതെ അല്പം മഞ്ഞരാശി കലർന്ന വിധത്തിൽ ഇരിപ്പുണ്ട്. സന്ദീപ് കട്ടിലിലേക്ക് ഇരുന്നിട്ട് അലിമയോട് പറഞ്ഞു, ഇരിക്ക്. അവൾ അവൻ്റെ തൊട്ടരികെയിരുന്നു. ഇത് തനിക്ക് വലിയ സർപ്രൈസാ. തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടില്ലല്ലോ. പ്ലാസ്റ്റിക് പോക്കറ്റുകളിൽ നിന്ന് ഫോട്ടോകൾ പുറത്തെടുത്താൽ മാത്രമേ വ്യക്തമായി കാണാമായിരുന്നുള്ളൂ. ശേഖരൻകുട്ടി മെല്ലെ മുറിയിൽ നിന്നിറങ്ങി രമണിയെ വിളിച്ച് കട്ടൻ കാപ്പി തിളപ്പിക്കാൻ പറഞ്ഞു. ഇതാണ് ചന്ദ്രബാബു, തൻ്റെ അച്ഛൻ. ശരിക്കും കണ്ടു. സന്ദീപ് ഫോട്ടോ അല്ലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. അല്ലിമ ഒരു ദിവ്യ വസ്തു പോലെ അത് 2 കൈ നീട്ടി വാങ്ങി. ഉള്ളം കയ്യിൽ വെച്ച് അതിലേക്ക് നോക്കി. കോളേജ് കുമാരനെ പോലെ തോന്നിക്കുന്ന ഒരു യുവാവ്. പുഞ്ചിരിക്കുന്ന കണ്ണുകൾ. മീശ പൊടിച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നും ചിത്രം കണ്ടാൽ. സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടി. കവിളും കഴുത്തുമൊക്കെ മെലിഞ്ഞിട്ടാണ്. കാഴ്ചയിൽ 20 വയസ്സ് പോലും തോന്നിക്കില്ല. അല്ലിമയ്ക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു. തൻ്റെ ഒപ്പം പോലും പ്രായം തോന്നിക്കാത്ത ഒരാളാണോ തൻ്റെ അച്ഛൻ? അച്ഛനും അമ്മയും ഒന്നിക്കുന്നതിനേക്കാൾ വളരെ മുമ്പേ എടുത്ത ഫോട്ടോഗ്രാഫാണോ ഇത് എന്നായി അല്ലിമയുടെ സംശയം. ചന്തുവേട്ടാ, ടീനേജർ ആണെന്നല്ലേ തോന്നൂ? അവൾ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. പഴയതായിരിക്കും, സന്ദീപ് പറഞ്ഞു. അവൻ മറ്റൊരു ഫോട്ടോഗ്രാഫ് എടുത്തു കൊടുത്തു. ഒരാൺകുട്ടിയും പെൺകുട്ടിയും. കണ്ടാൽ അങ്ങനെയേ തോന്നൂ. 2 പേരും മെലിഞ്ഞിട്ടാണ്. പെൺകുട്ടി സമൃദ്ധമായ മുടി കഴുത്തിന് പിന്നിൽ നിന്ന് മാറത്തേക്കിട്ടിരിക്കുന്നു. അത് വിതിർന്നുലഞ്ഞ് അവളുടെ വയറിനെ കൂടി മറയ്ക്കുന്നുണ്ട്. ആദ്യം കാണുമല്ലേ അമ്മയെ? സന്ദീപ് വിസ്മയത്തിൽ അവളെ നോക്കി. അല്ലിമ ആ ചിത്രത്തിൽ നിന്ന് കണ്ണെടുത്തില്ല. അവൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ പെൺകുട്ടിയുടെ ഉദരത്തിലാണോ താൻ രൂപം കൊണ്ടത്? ബാലികാ സഹജമായ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന ഈ പെൺകുട്ടിയാണോ തന്നെ പ്രസവിച്ചത്? ചന്ദ്രബാബുവിൻ്റെ ആദ്യം കണ്ട ഫോട്ടോയും ഈ ഫോട്ടോയിലെ ചന്ദ്രബാബുവും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. എന്താടാ മിഴിഞ്ഞിരിക്കുന്നേ? വിശ്വാസം വരാത്ത പോലെ അല്ലിമ വിസമ്മതാർത്ഥത്തിൽ തലയാട്ടി. നോക്ക് സന്തുവേട്ടാ, ഇവർ 2 പേരും കുട്ടികളല്ലേ? ഫോട്ടോയിൽ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നേ. പഠിക്കേണ്ട പ്രായമല്ലായിരുന്നോ? ഇത് കണ്ടില്ലേ, ഒരു മെച്യൂരിറ്റി തോന്നുന്നുണ്ടോ? സന്ദീപ് അനുകൂല ഭാവത്തിൽ തലയാട്ടി. മാളുവിൻ്റെ പ്രായം ഞാൻ പറഞ്ഞില്ലേ? കേട്ടുകൊണ്ട് വാതിലിനരികെ നിന്ന് ശേഖരൻകുട്ടി പറഞ്ഞു. 19 വയസ്സ്. പക്ഷേ ചന്ദ്രബാബുവിന് 23 കഴിഞ്ഞു. BA കഴിഞ്ഞിട്ട് അവൻ B.Edന് ചേരാനിരുന്നതാ. അവനെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോൾ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ കുട്ടികളെ പഠിപ്പിച്ചേനെ. ആ പൈസ ഉണ്ടാക്കാനും കൂടി വേണ്ടിയാ അവൻ കല്ലാറ്റ് പഠിക്കൽക്കാരുടെ ബസ്സിലെ കണ്ടക്ടർ പണിക്ക് പോയത്.
ഞാൻ കല്ലാറ്റുപടിക്കൽ പോയി മേനോൻ അങ്ങുന്നിൻ്റെ കാല് പിടിച്ച് എരന്ന് വാങ്ങിക്കൊടുത്തതാ കൊലച്ചോറ്. ഈ ഫോട്ടോ കണ്ടിട്ട് പ്രായം തോന്നിച്ചില്ല, സന്ധ്യ പറഞ്ഞു. രണ്ടുപേരും മെലിഞ്ഞിട്ടാണെന്നേ ഉള്ളൂ. ബാബുവിന് നിന്റെ അത്രയും പൊക്കം ഉണ്ടായിരുന്നു. മാളവിന് അവൻ്റെ ചെവിക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ മുഖം കണ്ടാൽ കുട്ടിത്തം മാറിയിട്ടില്ലെന്ന് തോന്നും. ഇവൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. ഇവളുടെ അച്ഛനും അമ്മയുമാണെന്ന് സന്ദീപ് പറഞ്ഞു. കല്യാണം കഴിക്കേണ്ട പാകതയൊന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നെന്നുള്ളത് ശരിയാ. പക്ഷേ പ്രേമമല്ലേ, അതിന് കണ്ണും ചെവിയും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഒന്നും. സന്ദീപ് ആത്മകഥം പോലെ ഉരുവിട്ടു. അല്ലിമ ആൽബത്തിൻ്റെ പേജ് മറിച്ചു. ചന്ദ്രബാബുവിൻ്റെയും മാളവികയുടെയും തനിച്ചുള്ള ചില ചിത്രങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ. അവയിൽ ചിലത് സീൽ വെച്ച ഹാൾ ടിക്കറ്റുകളാണ്. സൂട്ട് കേസിനുള്ളിൽ ഫിലിം റോളുകളും ഒളിമ്പസിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഫോക്കസ് ക്യാമറയും ഇരിപ്പുണ്ട്. പിന്നെ സ്റ്റുഡിയോയിൽ ഡെവലപ്പ് ചെയ്ത ഫിലിമുകളും. ആ ക്യാമറ സന്ദീപ് എടുത്ത് തിരിച്ചു മറിച്ചു നോക്കി. ബാബു വാങ്ങിച്ചതാ, ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന്, സെക്കൻഡ് ഹാൻഡ്. 1000 രൂപ കൊടുത്ത്. മാളുവിൻ്റെ പടം എടുക്കാൻ വേണ്ടിയിട്ടാ, ശേഖരൻകുട്ടി പറഞ്ഞു. അല്ലിമ പിന്നെയും ആൽബത്തിൻ്റെ പേജുകൾ മറിച്ചു. എല്ലാ പേജുകളിലും മാളവികയുടെയോ രണ്ടുപേരും കൂടിയുള്ളതോ ചന്ദ്രബാബു മാത്രമുള്ളതോ ആയ ചിത്രങ്ങളുണ്ട്. കുറേ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഒരുങ്ങിയ മാതിരി ദ്രവിച്ചുപോയി. ഞങ്ങൾ ആദ്യമൊന്നും എടുത്തു നോക്കാറില്ലായിരുന്നു. കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം വരും. പിന്നെ രമണി ഒരു ദിവസം എടുത്തു നോക്കിയപ്പോൾ ഫോട്ടോ എല്ലാം ഒരു പ്ലാസ്റ്റിക്കിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മാഞ്ഞു പോയതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നതൊക്കെയാ ഇത്. രമണി ഇടയ്ക്ക് തൂത്ത് തുടച്ചു വെക്കും, ശേഖരൻകുട്ടി പറഞ്ഞു. കുറേ ഫിലിമുണ്ടല്ലോ, ഇത്രയും ഫോട്ടോ കണ്ടാൽ പോരല്ലോ ശേഖരൻ മാമ. സന്ദീപ് ആ ഫിലിം നെഗറ്റീവുകൾ വെളിച്ചത്തിന് നേർക്ക് വിടർത്തി പിടിച്ചു നോക്കി. വേറെ ഫോട്ടോയുണ്ട്, ഞങ്ങളുടെയൊക്കെ പടം. അവൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ കയ്യിലോട്ട് കിട്ടിയപ്പം അവൻ ഓടി നടന്ന് കണ്ണി കണ്ടതിൻ്റെ എല്ലാം പടം എടുത്തു. അന്നത്തെ പൂച്ചക്കുഞ്ഞിൻ്റെ പടം പോലും ഉണ്ട്, ശേഖരൻകുട്ടി വെളിപ്പെടുത്തി. സന്തുവേട്ടാ, ഇത് കണ്ടോ? അല്ലിമ അവനെ തോണ്ടി. ചന്ദ്രബാബുവും മാളവികയും ഒരുമിച്ചുള്ള ഹാഫ് സൈസ് ഫോട്ടോ. എന്ത് സുന്ദരിയാണെന്ന് നോക്കിയേ. ബ്യൂട്ടിഫുൾ, മാർവലസ്. എന്ത് ക്യൂട്ടാ അല്ലേ? അത് മുറിഞ്ഞ പുഴയെ വന്ന ശേഷം എടുത്ത ഫോട്ടോയാ. അന്നൊക്കെ വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും, ശേഖരൻകുട്ടി പറഞ്ഞു. അത് കാണാനുമുണ്ട് മുഖത്ത്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. മാത്രമല്ല രണ്ടാളും എന്ത് രസാ കാണാൻ, അല്ലിമ മന്ത്രിച്ചു. ഒന്നിച്ച് ജീവിതം തുടങ്ങിയതിൻ്റെ സന്തോഷവും സംതൃപ്തിയും എല്ലാം ഉണ്ട്. മുഖമൊക്കെ കുറച്ച് നന്നായിട്ടുമുണ്ട്. ഇത് കണ്ടാൽ ആർക്കും കുറ്റം പറയാൻ തോന്നൂല, സന്ദീപ് പറഞ്ഞു. 16ഉം 18ഉമൊക്കെ കല്യാണപ്രായമായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ 19 കൊല്ലം മുമ്പാ, ശേഖരൻകുട്ടി പറഞ്ഞു. വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു മഞ്ഞ ടെപ്പി സന്ദീപ് എടുത്തു. തുറന്നു നോക്കട്ടെ? ശേഖരൻകുട്ടി സമ്മതം നൽകി. തുറന്നു നോക്കിയപ്പോൾ അതിലൊരു മോതിരം, ഒരു ചെയിൻ, 2 വളകൾ, ഒരു ജോഡി കമ്മലുകൾ. മാളവികയുടേതാണോ? സന്ദീപ് ചോദിച്ചു. അതെ, സ്വർണം. മാളു വീട്ടിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുവന്നതാ. പോയപ്പോൾ ഒന്നും എടുത്തില്ല. ഇവിടെ ആരും ഇതെടുക്കാതിരുന്നത് എന്തുകൊണ്ടാ? 10-20 വർഷം കഴിഞ്ഞിട്ടും. അവൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കണ്ടേ? ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു അവൾ വരും, എന്നെങ്കിലും തിരിച്ചു വരും. അതൊക്കെ അവൾ കൊണ്ടുവന്നതല്ലേ, കൊടുക്കണ്ടേ? പിന്നെ മനസ്സിലായി വരാൻ പോണില്ലെന്ന്. എന്നാലും ചിലപ്പോൾ തോന്നും ഏതേലും ഒരു ദിവസം വന്നെങ്കിലോ. ഞങ്ങളുടേതല്ലല്ലോ ഇതൊന്നും. ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടായോ? അല്ലിമ ആ ഡെപ്പിക്കുള്ളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നും എടുത്തു നോക്കി. തൻ്റെ അമ്മ അണിഞ്ഞിരുന്നവ. അവൾ കമ്മലൊഴികെ ബാക്കി ഓരോന്നും തൻ്റെ കയ്യിലും കഴുത്തിലും അണിഞ്ഞു നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് നിന്നു. എന്നെപ്പോലായിരുന്നോ അമ്മ? ഇങ്ങനെ കാണുമ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ശേഖരൻകുട്ടിയുടെ കണ്ണുകളിൽ സ്നേഹവും വാത്സല്യവും മിന്നിത്തിളങ്ങി. അല്ലിമ അതെല്ലാം അഴിച്ച് ഡിപ്പിയിൽ അടച്ച് തിരിച്ചു വെച്ചു. മാളവികയെ അവർ വന്ന് വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ലേ അവൾ എവിടെയാണെന്ന്? സന്ദീപ് ആൽബവും ഡിപ്പിയും സൂട്ട് കേസിലേക്ക് തിരികെ വെച്ചിട്ട് ചോദിച്ചു. ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കാനാ? അവരല്ലേ കൊണ്ടുപോയത്. തിരക്കി ചെന്നാലും തിരിച്ചു തരുമോ? ഞങ്ങൾ ആരാ? ശേഖരൻകുട്ടി കൈ രണ്ടും മലർത്തിക്കാട്ടി. എന്നാലും മാളുവിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും. ഒരുപാട് ആലോചിച്ചതാ കുഞ്ഞെ. ഒടുക്കം ഇങ്ങനെ സമാധാനിച്ചു. എവിടാണെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. നമുക്ക് അർഹതയില്ലാത്തതാ. അത് ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് എന്താ അവകാശം? 21 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? സന്ദീപ് ചോദിച്ചു.
അത് നിങ്ങൾ നോക്കുമ്പോഴല്ലേ, ഞങ്ങൾ നോക്കുമ്പോൾ മറിച്ചാ. സ്വന്തം വീട്ടുകാർ വന്ന് വിളിച്ചപ്പോൾ കൂടെ പോയതാ. 21 കൊല്ലം കഴിഞ്ഞു, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു. ഒരു മകൻ, വേറൊരു മകൻ്റെ ഭാവി, സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഓട്ടം. ഞങ്ങളുടെ കണ്ണിക്കൂടെ ഒന്ന് നോക്കിയാട്ടെ. സന്ദീപ് ഒരു നിമിഷം ആലോചിച്ചു. വൃദ്ധൻ പറഞ്ഞതാണ് വാസ്തവം. അവരുടെ നോട്ടത്തിൽ സ്വന്തം വീട്ടുകാരുടെ സുരക്ഷിത വലയത്തിലേക്കാണ് മാളവിക നടന്നുപോയത്. ഇത്രയും കാലത്തിനിടെ ഒരിക്കൽ പോലും തിരിച്ചു വന്നതുമില്ല. നഷ്ടങ്ങൾ ഇവർക്ക് മാത്രം. എന്നിട്ടും മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു കടലാസ് കൊടുത്തു. എൻ്റെ മകൻ്റെ ഭാര്യയെ അവരുടെ വീട്ടുകാർ വന്ന് ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോയെന്ന്. അന്നിവിടിരുന്ന SI എന്നോട് ചോദിച്ചു. സ്വന്തം സഹോദരൻ്റെയും അച്ഛൻ്റെയും കൂടെയല്ലേ അവൾ പോയി, പിന്നെന്തിനാ പരാതിയെന്ന്. ഞാൻ സാഹചര്യങ്ങൾ പറഞ്ഞു, എൻ്റെ മകനെ കാണാതായത് പറഞ്ഞു. SI അപ്പോൾ ഒരു ചോദ്യം. ഭർത്താവ് ഉപേക്ഷിച്ച് പോയെങ്കിൽ പിന്നെ അവൾക്ക് സ്വന്തം വീട്ടുകാരല്ലേ ആശ്രയം. നിങ്ങൾക്ക് എന്താ അവകാശമെന്ന്. ഞാൻ എന്നാ പറയാനാ, എനിക്ക് എന്നാ അവകാശം? ഒന്നുമില്ല സാറേന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ശേഖരൻകുട്ടി പറഞ്ഞു നിർത്തി. സന്ദീപ് എഴുന്നേറ്റു. അന്ന് ഇവിടെ നിന്ന് പോയ മാളവിക മണിമലയിലെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതുവരെയും എത്തിയിട്ടില്ല. എന്നാൽ പോണ്ടിച്ചേരിയിലെ ഒരാശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അതിനുശേഷം മാളവികയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. ഞങ്ങളിനി കൊലക്കുറ്റത്തിന് ജയിലിൽ കയറേണ്ടി വരുമോ? ശേഖരൻകുട്ടി ഭഗ്നാശനായി. ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം, പക്ഷെ രമണി 69 വയസ്സായി. ഒരിക്കലുമില്ല. ഇവിടുന്ന് പോയ ശേഷവും മാളവിക ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഏറ്റവും വലിയ തെളിവല്ലേ ശേഖരമാമൻ്റെ ഈ കൊച്ചുമകൾ. ശേഖരൻകുട്ടി അല്ലിമയെ നോക്കി. എന്നിട്ട് സന്ദീപിനോട് പറഞ്ഞു, സൂക്ഷിക്കണേ കുഞ്ഞെ, എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ. സ്വത്തും പണവും അധികാരവും എല്ലാം ഉള്ളവരാ. അറിയാം, പക്ഷേ ശേഖരമാവ, ഞങ്ങളിത് കണ്ടുപിടിക്കും. മാളുവിന് എന്ത് സംഭവിച്ചെന്ന് മാത്രമല്ല, ചന്ദ്രബാബുവിന് സംഭവിച്ചതും വെളിച്ചത്ത് കൊണ്ടുവരും. സന്ദീപ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവർ ഇരുപ്പുമുറിയിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്നവർ രമണി തിളപ്പിച്ചു കൊടുത്ത കട്ടൻ കാപ്പി ഊതി കുടിക്കുന്നുണ്ടായിരുന്നു. സന്ദീപിനും അല്ലിമയ്ക്കും രമണി ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ടുവന്നു കൊടുത്തു. ഭക്തിയോടും വിനയത്തോടും കൂടിയാണ് അവർ സന്ദീപിനെയും അല്ലിമയെയും നോക്കിയത്. അമ്മയുടെ കൊച്ചുമോള, എന്തേലുമൊക്കെ സംസാരിച്ചോ? സന്ദീപ് പറഞ്ഞു. രമണി അല്ലിമയെ നോക്കി എന്തോ പറയാൻ ഭാവിച്ചു. അപ്പോഴേക്കും അവരുടെ കണ്ണ് നിറഞ്ഞു, ചുണ്ടുകൾ വിറപൂണ്ടു. ഒന്നും മിണ്ടാതെ രമണി അടുക്കളയിലേക്ക് തിരിച്ചുപോയി. ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ, സന്ദീപ് ശേഖരൻകുട്ടിയോട് യാത്ര പറഞ്ഞു. ഓരോരുത്തരായി വീടിന് പുറത്തേക്ക് ഇറങ്ങി. അല്ലിമ രമണിയോട് പറയാനായി അടുക്കളയിലേക്ക് ചെന്നു. തീക്കനലുകൾ ചാരം മൂടിക്കിടന്ന അടുപ്പുകെട്ടിന് സമീപം തല താഴ്ത്തി സ്വയം മറന്ന പോലെ രമണി നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി, അല്ലിമ വിളിച്ചു. രമണി ഞെട്ടിത്തിരിഞ്ഞു. അല്ലിമ അടുത്തേക്ക് ചെന്നു. അവരുടെ കണ്ണിലെ നനവിലേക്ക് നോക്കി. എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ, അല്ലിമ സങ്കടം പറഞ്ഞു. രമണി 2 കൈയും മലർത്തി എന്തോ പറയാൻ ഭാവിച്ചു. ശബ്ദമൊന്നും വന്നില്ല. കണ്ണിൽ നിന്ന് നീർച്ചാൽ ഒലിച്ചു വന്നു. ചുണ്ട് വിതുമ്പി വിറച്ചു. അവരുടെ മുഖത്ത് 1000 വാക്കുകളിലും ഒതുങ്ങാത്ത പ്രാണസങ്കടം അവൾ കണ്ടു. അല്ലിമ അവരുടെ കൈത്തലം പിടിച്ച് അലിവോടെ പറഞ്ഞു, വേണ്ട, ഒന്നും പറയണ്ട. അവരുടെ കൈകൾക്ക് വിറയലുണ്ടായിരുന്നു. അല്ലിമ ആലിംഗനം ചെയ്തപ്പോൾ ആ സ്ത്രീ ഒന്ന് കരഞ്ഞു. പിന്നെ അടക്കി പിടിച്ചു. അവരുടെ നെഞ്ചിലെ പിടച്ചിലും ഉള്ളിലടക്കിയ കരച്ചിലിൻ്റെ ഉലച്ചിലും അല്ലിമ സ്വന്തം ഉടലിൽ അറിയുന്നുണ്ടായിരുന്നു. അല്ലിമയ്ക്കൊന്ന് വാവിട്ട് കരയണമെന്ന് തോന്നി. പെട്ടെന്ന് അവൾ ആശ്ലേഷത്തിൽ നിന്ന് അകന്നു. ഷാൾ കൊണ്ട് തൻ്റെ കണ്ണുകൾ ഒപ്പി. ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നേ. വലിയ സങ്കടമുണ്ട്. എന്നാലും കാണാൻ പറ്റിയല്ലോ. ഒന്നും പേടിക്കണ്ടാട്ടോ, ഞങ്ങൾ ഇനിയും വരും. അവൾ രമണിയോട് യാത്ര പറഞ്ഞു. രമണി പുറം കൈകൊണ്ടും കവിളത്തെ കണ്ണീർ തൂക്കുകയും തലയാട്ടുകയും ചെയ്തു. പോട്ടെ. അല്ലിമ പിന്തിരിഞ്ഞു നടന്നു. എല്ലാവരും പോകാൻ തയ്യാറായി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അല്ലിമ ശേഖരൻകുട്ടിയോട് ചോദിച്ചു, ഒരു ഫോട്ടോ തരുമോ എനിക്ക്? അച്ഛനും അമ്മയും ഒന്നിച്ചുള്ളത്. ശേഖരൻകുട്ടി ഒന്നും മിണ്ടാതെ തിരികെ പോയി. അത് ചോദിക്കണ്ടായിരുന്നു, സന്ദീപ് പറഞ്ഞു. അവർ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതല്ലേ. നിമിഷങ്ങൾക്കുള്ളിൽ ശേഖരൻകുട്ടി സൂട്ട് കേസുമായി തിരികെ വന്നു. അത് അല്ലിമയുടെ നേർക്ക് നീട്ടി. അല്ലിമ അന്താളിച്ചു.
എനിക്കൊരു ഫോട്ടോ കൊണ്ടുപോയിക്കോ. അവൾ പൂർത്തിയാക്കും മുമ്പ് ശേഖരൻകുട്ടി പറഞ്ഞു. വേറെ ആർക്കാണിത് കൊടുക്കേണ്ടേ? ഇനി എന്തെങ്കിലും മാളു വന്ന് ചോദിച്ചാലും പറയാലോ, അത് നിന്റെ മോള് വന്ന് കൊണ്ടുപോയിന്ന്. കൊണ്ടുപോയിക്കോ. അല്ലിമ സന്ദീപിനെയും രാജഗോപാലിനെയും നോക്കി. അവരുടെ മൗനസമ്മതം കിട്ടിയപ്പോൾ അവൾ അത് വാങ്ങി. അതിന് കനമുണ്ടായിരുന്നു. പോട്ടെ, ഞങ്ങൾ ഇനിയും വരാട്ടോ. അല്ലിമ ശേഖരൻകുട്ടിയോടും യാത്ര പറഞ്ഞു. ശേഖരമ്മാവ, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. സന്ദീപ് കൃതജ്ഞത പ്രകടിപ്പിച്ചു. റോഡ് വരെ ഞാനും വരണുണ്ട്. ചപ്പാത്തിനരികെ ജീപ്പ് നിർത്തിയിട്ടിരുന്നിടത്ത് വരെ ശേഖരൻകുട്ടി അവരെ അനുഗമിച്ചു. എല്ലാവരും ജീപ്പിൽ കയറി. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. ജീപ്പ് തിരികെ തേക്കിൻ തണ്ടിലേക്ക്. തേക്കിൻ തണ്ട് സിറ്റിയിൽ എത്തിയപ്പോൾ ഫോർച്യൂണിനരികെ പോലീസ് ജീപ്പും പോലീസുകാരെയും കണ്ടു. ചെറിയൊരാൾക്കൂട്ടവും. നിർത്ത്. പൈലിക്കുഞ്ഞ് ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞു. ജീപ്പ് നിന്നു. നമ്മളിവിടെ ഇറങ്ങുവാന്നേ, സംഗതി പെശകാന്ന് തോന്നുന്നു, പൈലിക്കുഞ്ഞ് പറഞ്ഞു. തേക്കിൻ തണ്ടിൽ നിന്നുള്ളവർ അവിടെ തന്നെ ഇറങ്ങി. നിങ്ങളും ഇറങ്ങിക്കോ, പോലീസുകാർ നമ്മളെ തന്നെയാ നോക്കുന്നേ, ജീപ്പ് ഡ്രൈവർ പറഞ്ഞു. സന്ദീപും കിഷോറും രാജഗോപാലും അല്ലിമയും പരസ്പരം നോക്കി. ഏതാനും നിമിഷം സംശയത്തിലിരുന്നു. ഇറങ്ങാം, വാ. സന്ദീപ് ആദ്യം ഇറങ്ങി, പുറകെ മറ്റുള്ളവരും. അവർ ഫോർച്യൂണിനരികത്തേക്ക് ചെന്നപ്പോൾ ആൾക്കൂട്ടം വഴി വകഞ്ഞു കൊടുത്തു. ഈ കാറിൽ വന്നവരാണോ നിങ്ങൾ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എൽദോസ് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു. അതെ, സന്ദീപ് പറഞ്ഞു. വണ്ടിയുടെ ബുക്കും പേപ്പറും എടുക്ക്. സന്ദീപ് കാർ അൺലോക്ക് ചെയ്ത് ഡാഷ്ബോർഡ് ബോക്സിൽ നിന്ന് രേഖകൾ എടുത്തു കൊടുത്തു. ഇതിൻ്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലാണോ? എൽദോസ് അത് പരിശോധിക്കുന്നതിനിടയിൽ ചോദിച്ചു. അല്ല, ഒരു റിലേറ്റീവിൻ്റെ കാറാണ്, സന്ദീപ് പറഞ്ഞു. ഈ കാർ മോഷണം പോയതായി പരാതി കിട്ടിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP ഹേമചന്ദ്രൻ സാറിൻ്റെ കാറല്ലേ ഇത്? അതെ, പക്ഷേ അദ്ദേഹമാണ് ഞങ്ങൾക്കിത് തന്നത്. തന്നതാണെങ്കിൽ മോഷണം പോയിന്ന് കംപ്ലൈൻറ്റ് ചെയ്യില്ലല്ലോ. കാറ് കസ്റ്റഡിയിലെടുക്കുകയാണ്. കാറ് മാത്രമല്ല നിങ്ങളെയും, എൽദോസ് പറഞ്ഞു. താങ്കൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ, സന്ദീപ് വിശദീകരിക്കാൻ ശ്രമിച്ചു. ചോദ്യവും പറച്ചിലുമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ 4 പേരും ജീപ്പിലോട്ട് കയറിക്കോ. ഫോർച്യൂണറിൻ്റെ കീ തന്നേക്ക്, അത് പോലീസ് ഡ്രൈവർ പുറകെ കൊണ്ടുവരും. എൽദോസ് ചെന്ന് ജീപ്പിൽ കയറി. കൂടെയുണ്ടായിരുന്ന പോലീസുകാർ സന്ദീപിനോട് കൂടെയുള്ളവരോടും പോലീസ് ജീപ്പിൽ കയറാൻ ആജ്ഞാപിച്ചു. കാര്യമന്വേഷിച്ച ഔസേപ്പച്ചനോട് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. മോഷ്ടിച്ച വണ്ടിയാ ഇത്, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാ. സന്ദീപും കൂട്ടരും പോലീസ് ജീപ്പിൽ കയറി. പോലീസുകാരനായ ഒരു ഡ്രൈവർ ഫോർച്യൂണറിൽ വന്ന് കയറി. പോലീസ് ജീപ്പ് മുന്നിലും ഫോർച്യൂണർ പിന്നിലുമായി മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി തേക്കിൻ തണ്ടിൽ നിന്നുള്ള കയറ്റം കയറി പോയിക്കൊണ്ടിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. സന്ദീപിൻ്റെയും രാജഗോപാലിൻ്റെയും കിഷോറിൻ്റെയും ID കാർഡുകളിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമായി കഴിഞ്ഞിരുന്നു. DYSP ഹേമചന്ദ്രൻ്റെ നിർദ്ദേശമായിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ചിന്താക്കുഴപ്പത്തിലാക്കിയത്. സാറ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണം. എന്തായാലും തൊണ്ടി മുതൽ കയ്യോടെ പിടിച്ചതല്ലേ? പോലീസ് ഭാഷയിൽ വളരെ സാഹസികമായി കെണിയൊരുക്കി വല വിരിച്ച് പിടിച്ചെന്ന് തന്നെ സ്ഥാപിച്ചേക്കണം. ഞങ്ങളുടെ പത്രത്തിനും വലിയൊരു വാർത്ത കിട്ടുമല്ലോ, സന്ദീപ് എൽദോസിനോട് പറഞ്ഞു. ഇയാൾ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം എൻ്റെ ജോലി ചെയ്യാൻ. എൽദോസ് സന്ദീപിൻ്റെ നേർക്ക് കടുത്ത നോട്ടം നോക്കി. സാറിന് മനസ്സിലായല്ലോ ഞങ്ങൾ കാർ മോഷ്ടാക്കളാണെന്ന്. ഇദ്ദേഹം ലക്ഷത്തിന് മീതെ ശമ്പളം വാങ്ങുന്ന കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയി, സീനിയർ മാനേജർ. ഞാൻ മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൻ്റെ സീനിയർ സബ് എഡിറ്റർ. ദാ ഇവൻ ഇൻഫോ പാർക്കിൽ ഒരു IT പ്രൊഫഷണലായി ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് കാർ മോഷ്ടിച്ചു വേണമല്ലോ ജീവിക്കാൻ. നിങ്ങൾ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. കാറിൻ്റെ ഓണർ വിളിച്ചു പറഞ്ഞ കംപ്ലൈൻറ്റ് അനുസരിച്ചാണ് വണ്ടിയും നിങ്ങളെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കാർ പരാതിക്കാരൻ്റെയാണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ, എൽദോസ് കർക്കശമായി പറഞ്ഞു. താങ്കളോട് പച്ച മലയാളത്തിൽ പറഞ്ഞില്ലേ ഹേമചന്ദ്രൻ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വിട്ടുതന്ന കാറാണെന്ന്? ഹേമചന്ദ്രൻ ഞങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറല്ല, സന്ദീപ് തർക്കിച്ചു. കാർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വിട്ടു തന്നതാണെങ്കിൽ നിങ്ങളുടെ ബന്ധു തന്നെ എന്തിനു പരാതിപ്പെടണം? അത് അയാളോട് തന്നെ ചോദിക്കണം സാറേ, ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹേമചന്ദ്രൻ സാറിനെ വിളിച്ച് സംസാരിക്കേ. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. താങ്കൾ വിളിച്ച് പറഞ്ഞേക്ക് പ്രതികളെയും പിടിച്ചു കാറും കസ്റ്റഡിയിലെടുത്തെന്ന്. സന്ദീപ് അയമില്ലാത്ത നിലപാടിലായിരുന്നു. ഗത്യന്തരമില്ലാതെ എൽദോസ് ഹേമചന്ദ്രൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. മറുവശത്ത് ഹലോ കേട്ടപ്പോൾ എൽദോസ് പറഞ്ഞു. സാറേ, ഫോർച്യൂണർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
ബുക്കും പേപ്പറും നോക്കിയപ്പോൾ സാറിൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. കാറിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തില്ലേ? അവരും സമ്മതിച്ചു സാറിൻ്റെ കാറാണെന്ന്. അവരെന്തിനവിടെ വന്നു? എന്താണ് അവരുടെ ഉദ്ദേശം? അവരെവിടെയൊക്കെ പോയി? എല്ലാം ചോദിച്ചറിഞ്ഞോ? പള്ളിക്കുടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശേഖരൻകുട്ടി എന്ന ആളിനെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു. ശേഖരൻകുട്ടിയെ കാണേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് പേഴ്സണൽ മാറ്ററാണെന്ന് പറഞ്ഞു. എടോ, പോലീസിന് എന്തിനാടോ ശൗര്യം? 4 തെറിയും വിളിച്ച് അടിയും കൊടുത്ത കിളി പറയുന്ന പോലെ പറയത്തില്ലേ? സർ, അവരുടെ ഐഡിയൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു. ഒരാൾ ടെലിഫോൺസിൽ സീനിയർ മാനേജർ, അടുത്തയാൾ സീനിയർ സബ് എഡിറ്റർ, അടുത്തയാൾ IT പ്രൊഫഷണൽ, പിന്നെയുള്ളത് BSNL ഉദ്യോഗസ്ഥൻ്റെ മകൾ. അവർ ആരായാലെന്താ? കുറ്റവാളികളെ പിടിച്ചാൽ പോലീസ് ചോദ്യം ചെയ്യണം, തല്ലും. തുണ്ടി സഹിതമല്ലേ പിടിച്ചത്? ഫോർച്യൂണർ അവർക്ക് യൂസ് ചെയ്യാൻ സാറ് തന്നെ കൊടുത്തതാണെന്ന് പറയുന്നു. അവർ പറയുന്നതൊന്നും താൻ വിശ്വസിക്കണ്ട. സാർ എന്നെ കുഴപ്പത്തിലാക്കരുത്. സാറിൻ്റെ ബന്ധുവാണെന്ന് ആ പത്രക്കാരൻ പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ലടാ. അവൻ കള്ളന് കഞ്ഞി വെച്ചവനാ. അവനെ 2 പൊട്ടിച്ചിട്ട് താൻ ചോദിക്ക്. സാറേ, അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നാ പറയുന്നേ. സാറേ, അവസാനം ഞാൻ സമാധാനം പറയേണ്ടി വരുന്ന ലക്ഷണമാ. താനൊരു കാര്യം ചെയ്യ്, ഓരോരുത്തരോടും അഫിഡവിറ്റ് എഴുതി വാങ്ങിയിട്ട് വിട്ടേക്ക്. കാർ അവിടെ കിടന്നോട്ടെ. പിന്നെ പള്ളിക്കുടിയിലെ ശേഖരൻകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ശേഖരൻകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണം. സാർ, അവരുടെ പേരിലുള്ള ചാർജ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പ്രതികൾ അവരെ കാണാൻ വന്നത് എന്തിന്? എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്താണ് അവരുടെ ലക്ഷ്യം? ഇതൊക്കെ അറിയണം. ഓക്കെ? തുടർന്ന് കോൾ കട്ടായി. നിങ്ങൾ ഓരോരുത്തരും ഓരോ സത്യവാങ്മൂലം എഴുതി തന്നിട്ട് പോയിക്കോളാനാ ഹേമചന്ദ്രൻ സാറ് പറയുന്നേ. ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല സാറേ. ഫോർച്യൂണറും കൊണ്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അവിടെ വെറ്റൊന്നും എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സന്ദീപ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എനിക്ക് ജോലി ഉണ്ടാക്കാൻ മനഃപൂർവ്വം ഇറങ്ങിത്തിരിക്കുകയാണോടാ? നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. നിങ്ങൾ അങ്ങ് ചെയ്താട്ടെ. സന്ദീപ് കൂസലില്ലാതെ നിന്നു. അഫിഡവിറ്റ് നൽകാൻ തയ്യാറല്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും ഹേമചന്ദ്രൻ സാറ് പറയുന്നു കാർ നിങ്ങൾ മോഷ്ടിച്ചതാണെന്ന്. എന്നിട്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങിയിട്ട് പ്രതികളെ വിട്ടയക്കാനും പറഞ്ഞു അല്ലേ? എന്താടോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അയാളുടെ ഉടുപ്പും നിക്കറും തൊപ്പിയും ഒക്കെ അധികം വൈകാതെ ഊരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ പ്രശ്നമെന്ന്. എൽദോസ് ചിന്താക്കുഴപ്പത്തിലായി. നിങ്ങളിത് കേസാക്കിക്കോ, ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിച്ചേക്കണം. ഹേമചന്ദ്രൻ DYSPയുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് വാങ്ങിയേക്കണം. നേരിട്ട് കിട്ടാൻ നിവർത്തിയില്ലെങ്കിൽ ഇമെയിലായിട്ട് തരാൻ പറ. അല്ലെങ്കിൽ അവസാനം അയാൾ ഒഴിഞ്ഞു മാറും. നിങ്ങൾ സസ്പെൻഷനിലുമാകും. സന്ദീപിന് കൂസലും ഒന്നുമില്ലാത്തതും യഥാർത്ഥ പ്രശ്നം കാർ മോഷണം അല്ലെന്നുള്ള വിചാരവും എൽദോസിനെ കടുത്ത നടപടികളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. റൈറ്റർ ജോർജിനെ വിളിച്ച് പ്രതികളുമായി ആശയവിനിമയം നടത്താൻ ഏർപ്പാടാക്കിയിട്ട് എൽദോസ് ഓഫീസ് റൂമിലേക്ക് പോയി. ജോർജ് റൈറ്റർ സന്ദീപിനെയും രാജഗോപാലിനെയും വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. അതിനുശേഷം എൽദോസിൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് പറഞ്ഞു, സാറേ, നമ്മൾ പുലിവാല പിടിച്ചിരിക്കുന്നേ. എന്താ അവർ പറയുന്നേ? സാറേ, ആ പത്രക്കാരൻ ആലപ്പുഴയിലെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മകനാ. പിന്നെ കാറ് അത് മോഷ്ടിച്ചതല്ല സാറേ. കോട്ടയം SP-യുടെ ഓർഡർ അനുസരിച്ച് ആ ക്രൈംബ്രാഞ്ച് DYSP തന്നെ കൊടുത്തതാ സാറേ. ഇത് വലിയ കേസാ. ഇതിൽ മാൻ മിസ്സിങ്ങും മർഡറും ഒക്കെയുണ്ട്. മിക്കവാറും സാറിന് ഉടനെ തന്നെ മുകളിൽ നിന്ന് കോള് വരും. അവരിതിനകം സംഭവമെല്ലാം ഫോൺ ചെയ്ത് കോട്ടയം SP-യെ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം SP-യുടെ ഓർഡർ ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഹേമചന്ദ്രൻ സാറ് കംപ്ലൈൻറ്റ് ചെയ്യുമോ? അദ്ദേഹത്തിനല്ലേ അതിൻ്റെ കേട്. അല്ലെങ്കിൽ തന്നെ കോട്ടയം SP എന്തിന് ഹേമചന്ദ്രൻ സാറിൻ്റെ കാറ് ഇവർക്ക് കൊടുക്കാൻ ഓർഡർ ഇടണം? ഇവർ പറഞ്ഞത് അതേപടി വിശ്വസിക്കണ്ട. എന്തോ കള്ളക്കളിയുണ്ട് സാർ. ഇവരെല്ലാം കൂടി മണിമലയിലുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹേമചന്ദ്രൻ സാറിൻ്റെ ആളുകൾ ഇവരുടെ കാർ അടിച്ചു തകർത്തു. ഇവരുടെ കൂടെ SP ഓഫീസിൽ നിന്ന് ആളുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ ഉടനെ SP അദ്ദേഹം ഇവരുടെ കാർ റിപ്പയർ ചെയ്യാനും പകരം മറ്റൊരു കാർ കൊടുത്തുവിടാനും ഓർഡർ ഇട്ടു. ജോർജ് വിശദമാക്കി. ഓഹോ, എന്താണ് മാൻ മിസ്സിങ്ങും മർഡറും? എൽദോസ് ചോദിച്ചു. ജോർജ് റൈറ്റർ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പേ എൽദോസിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. എൽദോസ് കോൾ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് ഹേമചന്ദ്രനായിരുന്നു. സാർ, ഹലോ. എന്തായോടോ അവിടുത്തെ കാര്യം? സാർ, അവർ കാറും കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. കേസാക്കാനും അറസ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട്.
അഫിഡവിറ്റ് തരില്ലെന്ന വാശിയിലാണ്. ആ തന്തയ്ക്ക് പിറക്കാത്തവനിട്ട് 2 പൊട്ടിച്ചിട്ട് വിരട്ടി വിടാൻ തന്നെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ താനൊക്കെ എന്തിനാണോ പോലീസിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? സാർ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തന്നാൽ മതി, ഞാൻ അങ്ങനെ ചെയ്യാം, കേസാക്കാം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് തനിക്ക് എങ്ങനെ കംപ്ലൈൻറ്റ് തരും? സാർ ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ ഇമെയിൽ ID തരാം. ആ നോക്കട്ടെ, എന്തായാലും അവരെ വിടണ്ട, അവിടെ നിൽക്കട്ടെ രാത്രി വരെ. അവർ പറയുന്നത് സാറിൻ്റെ കാറ് കോട്ടയം SP അദ്ദേഹം ഇടപെട്ട് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണെന്നാ. ഒടുക്കം ഞാൻ കുഴപ്പത്തിലാകുമോ സാറേ? അവർ വല്ലതുമൊക്കെ പറയുന്നതാണോ തനിക്ക് കാര്യം, അതോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഞാൻ പറയുന്നതാണോ? എടോ, അടുത്ത ഇടുക്കി SP ഞാനാ. ഹോം മിനിസ്റ്ററുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്, തനിക്കറിയോ? സർ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സാർ പറയുന്ന പോലെ ചെയ്യാം. താനൊരു കോപ്പും ചെയ്യണ്ട, താൻ പോയി തൻ്റെ പണി നോക്ക്. പെട്ടെന്ന് കോൾ കട്ടായി. കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കട്ട് ചെയ്തു. എൽദോസ് റൈറ്റർ ജോർജിനോട് പറഞ്ഞു, സാറേ, ഇത് പ്രശ്നമാകും. ക്രൈം ബ്രാഞ്ചിലെ DYSPനെ സാറ് നേരിട്ടറിയോ? എനിക്ക് പരിചയമില്ല സാറേ. എന്തോ ഒരു ഉഡായിപ്പ് കേസ് ഇതിൻ്റെ പുറകിലുണ്ട്. ആ പത്രക്കാരനും കൂടെയുള്ളവരും ജെനുവിനാ. അവർ കറക്റ്റ് കാര്യമാ പറയുന്നേ. സാർ അവരെ വിട്ടേക്കുന്നതാ ബുദ്ധിന്ന് തോന്നുന്നു. മറ്റേ DYSPയുടെ കാറ് മോഷണം പോയതാണെങ്കിൽ അദ്ദേഹം ഇതിനകം അവിടുന്ന് തിരിക്കണ്ടേ? പോന്നിട്ടില്ലല്ലോ. താനൊരു കാര്യം ചെയ്യ്, മറ്റവരെ ഇങ്ങോട്ട് വിളിക്ക്. അവരുടെ ID പ്രൂഫിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് വിട്ടേക്കാം, എൽദോസ് പറഞ്ഞു. റൈറ്റർ മുറി വിട്ടുപോയി. മേശപ്പുറത്തിരുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. എൽദോസ് ഫോൺ എടുത്തു. ഇടുക്കി SP ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു അത്. നിങ്ങളുടെ സ്റ്റേഷനിൽ ഒരു ഫോർച്യൂണർ കാറും അതിൽ യാത്ര ചെയ്തിരുന്ന സന്ദീപ് നമ്പ്യാർ എന്ന പത്രപ്രവർത്തകനെയും കൂടെയുള്ളവരെയും കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടോ? കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എൽദോസ് ആശങ്കയിലായി. ഇപ്പോഴും അവർ സ്റ്റേഷനിലുണ്ടോ? ഉണ്ട്. അവരുടെ പേരിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? കോട്ടയത്ത് നിന്ന് ഒരു കംപ്ലൈൻറ്റ് കിട്ടി. ക്രൈംബ്രാഞ്ച് DYSP ഹേമചന്ദ്രൻ എന്നയാളിൻ്റെ കാർ മോഷണം പോയെന്ന്. ആ കാറാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, കംപ്ലൈൻറ്റിൻ്റെ കോപ്പി ഇപ്പോൾ തന്നെ SP ഓഫീസിലേക്ക് അയക്കണം. റിട്ടേൺ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ കിട്ടിയോ? ഇല്ല, ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു DYSP ഹേമചന്ദ്രൻ സർ. ഓക്കെ, കോൾ കട്ടായി. എൽദോസിൻ്റെ നെറ്റി വിയർത്തു. ജോർജ് സന്ദീപിനെയും രാജഗോപാലിനെയും കൂട്ടിക്കൊണ്ട് ഓഫീസ് റൂമിലേക്ക് കയറി വന്നു. നിങ്ങൾ 4 പേരുടെയും ID കാർഡിൻ്റെ കോപ്പി തന്നിട്ട് പൊയ്ക്കൊള്ളൂ, എൽദോസ് പറഞ്ഞു. കാറിൻ്റെ കാര്യം? അതും കൊണ്ടുപോകാം. മോഷ്ടിച്ച മുതലല്ലേ, കൊണ്ടുപോകാൻ പറ്റുമോ? സന്ദീപ് ചോദിച്ചു. ഇങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും വരണ്ട, പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, എൽദോസ് പറഞ്ഞു. നിങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞതല്ലേ, അതനുസരിച്ച് അല്പം കൂടി മര്യാദ കാണിക്കാമായിരുന്നു, സന്ദീപ് നീരസം മറച്ചു വെക്കാതെ പറഞ്ഞു. വീണ്ടും എൽദോസിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അയാൾ റിസീവർ എടുത്ത് കാതോട് ചേർത്തു. ഹലോ എടോ, താൻ ഒരു ഫോർച്യൂണർ കാറും അതിൽ വന്ന 4 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ചെറുതോണി സർക്കിൾ ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു അത്. സാർ, അവരെ വിട്ടയക്കാൻ പോവുകയാണ്. എടോ, ആ കാർ കോട്ടയം SPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർക്ക് വിട്ടുകൊടുത്തതാ. തന്നോട് ആര് പറഞ്ഞു വേണ്ടാത്ത കേസൊക്കെ കയറി പിടിക്കാൻ? ആ കാറിൻ്റെ ഓണർ ഹേമചന്ദ്രൻ എന്നു പേരുള്ള. മനസ്സിലായി. കൂടുതൽ വിശദീകരണം വേണ്ട, വേഗം അവരെ വിട്ടേക്ക്. ശരി സാർ. റിസീവർ വെച്ചിട്ട് എൽദോസ് സന്ദീപിനെയും രാജഗോപാലിനെയും നോക്കി. നിങ്ങൾ എന്താ പോകാത്തത്? താങ്കൾ ഒരു സോറി പറഞ്ഞാൽ സന്തോഷമായി. സന്ദീപും എൽദോസും കണ്ണിൽ നോക്കി നിമിഷങ്ങളോളം നിന്നു. നമ്മൾ ഇനിയും കാണേണ്ടവരാ. ഇതൊരു ചെറിയ കേസല്ല. നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ടിവരും, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പും വേണ്ടിവരും. നമുക്കൊരുമിച്ച് നിന്ന ഒരു വലിയ കേസ് പൊക്കിയെടുക്കാം. ശരി, ഇപ്പോൾ നിങ്ങൾ സ്ഥലം വിട്, എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. എൽദോസ് അവരെ ഒഴിവാക്കാൻ തിടുക്കപ്പെട്ടു. കിഷോറും അലിമയും സ്റ്റേഷൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സന്ദീപും രാജഗോപാലും അവരുടെ അടുത്തേക്ക് വന്നു. പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. രാജഗോപാൽ കിഷോറിനോടായി പറഞ്ഞു. ഒരു പോലീസ് കോൺസ്റ്റബിൾ കീ ചെയിൻ കൊണ്ടുവന്ന് തിരികെ ഏൽപ്പിച്ചു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കിയേക്കണം, അയാൾ സന്ദീപിനോടായി പറഞ്ഞു. 4 പേരും വന്ന് കാറിൽ കയറി. നമ്മുടേതെല്ലാം ഉണ്ടല്ലോ അല്ലേ? സന്ദീപ് പുറകോട്ട് തിരിഞ്ഞു നോക്കി ചോദിച്ചു. രാജഗോപാലും അല്ലിമയുമായിരുന്നു പിൻസീറ്റിൽ. ഓരോരുത്തരും അവരവരുടെ ഹാൻഡ് ബാഗും മറ്റും നോക്കി. ശേഖരൻകുട്ടി അല്ലിമയ്ക്ക് സമ്മാനിച്ച സൂട്ട് കേസ് ഡിക്കിയിൽ ഇരിപ്പുണ്ട്. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എൽദോ സ്റ്റേഷൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കൈകാട്ടി. സന്ദീപ് ഗ്ലാസ് താഴ്ത്തി. തിരിച്ചു പോകുമ്പോൾ SP ഓഫീസിൽ കയറണമെന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. സന്ദീപ് തലയാട്ടി.
ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഒരബദ്ധം സംഭവിച്ചെന്നേ ഉള്ളൂ. എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അബദ്ധം സംഭവിച്ചാൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, സന്ദീപ് ഓർമ്മിപ്പിച്ചു. മനഃപൂർവ്വം ചെയ്യുന്നവർ അത് പറയാറില്ല. സോറി, എൽദോസ് പറഞ്ഞു. വരട്ടെ, വീണ്ടും കാണാം. സന്ദീപ് കാർ മുന്നോട്ടെടുത്തു. അത് സാവധാനം മുരിക്കാശ്ശേരി കരിമ്പൻ റോഡിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. മാങ്ങാട്ടുശ്ശേരി തറവാടിൻ്റെ ഗേറ്റ് കടന്ന് ഫോക്സ് വാഗൺ പോളോ കാർ വീട്ടുമുറ്റത്തേക്ക് എത്തി നിന്നു. കാറിൽ നിന്ന് ഭാസ്കര മേനോനും മധുവും ഭാര്യ തങ്കവും ഇറങ്ങി. അഞ്ജനയാണ് കാർ ഓടിച്ചത്. അഞ്ജന കോളേജിൽ പോകാനും വരാനും സ്വന്തമായി ഉപയോഗിക്കുന്നതാണ് ആ ചുവന്ന കാർ. നീ ഇറങ്ങുന്നില്ലേ? തങ്കം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അഞ്ജനയോട് ചോദിച്ചു. ഞാൻ വന്നോളാം, അഞ്ജന പറഞ്ഞു. മറ്റു 3 പേരും മാങ്ങാട്ടുശ്ശേരി വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി. ഭാസ്കര മേനോൻ സുഖമില്ലാതിരിക്കുന്ന അനുജത്തിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അഞ്ജന കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും കൂടി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചു. ഭാസ്കര മേനോൻ മല്ലിക താമസിക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവർ കിടക്കയിൽ എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു. തൂവെള്ള നൈറ്റിയും തൂവെള്ള മുടിയുമായി വൃദ്ധ മാലാഖയെപ്പോലെ. ഭാസ്കര മേനോനെ കണ്ട് അവർ കട്ടിലിൻ്റെ ക്രാസിയിൽ പിടിച്ചെഴുന്നേറ്റ് നിന്നു. വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്നു. ഭാസിയേട്ടന് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാലോ? മല്ലിക തിരക്കി. ഞാൻ യോഗ ചെയ്യുമായിരുന്നു. ഇപ്പോഴും മോർണിംഗിലോ ഈവനിങ്ങിലോ നടക്കാൻ പോകും, ഭാസ്കര മേനോൻ പറഞ്ഞു. ഭാസിയേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ആശിച്ചതിന് കണക്കില്ല, മല്ലിക പറഞ്ഞു. ഉണ്ണിമായിയും ഉണ്ണിയും തങ്കവും മധുവും കൂടി മുറിയിലേക്ക് കയറി വന്നതോടെ സംഭാഷണം മുറിഞ്ഞു. കുശലാന്വേഷണവും ചായകുടിയും മറ്റുമായി കുറേ സമയം പോയി. മല്ലിക എല്ലാവരുടെയും കൂടെ ലിവിംഗ് റൂമിൽ ചെന്നിരുന്നു സംസാരത്തിൽ മുഴുകി. ഇടയ്ക്ക് ഓർക്കാപ്പുറത്ത് മല്ലിക വേവലാതി പൂണ്ട ഒരു ചോദ്യം ഭാസ്കര മേനോൻ്റെ മുന്നിലേക്കിട്ടു. എനിക്കൊരു കാര്യം അറിയണം ഭാസിയേട്ടാ. എൻ്റെ മാളുവിനെ എന്നെങ്കിലും ഇവിടുള്ള ആണുങ്ങൾ പോണ്ടിച്ചേരിക്ക് കൊണ്ടുവന്നോ? അവൾ അവിടെ വെച്ച് പ്രസവിച്ചോ? അവളുടെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടെ തെരുവിൽ ഉപേക്ഷിച്ചോ? ലിവിംഗ് റൂമിലുണ്ടായിരുന്ന നിശബ്ദത ശ്വാസം മുട്ടിക്കുന്നിടത്തോളം കടുത്തതായിരുന്നു. ഇവിടാരും എന്നോട് സത്യം പറഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവും മകനും. ബാലേട്ടനോട് ചോദിച്ചപ്പോഴും കള്ളമാ പറഞ്ഞതെന്ന് ഈയിടെ മനസ്സിലായി. ഇനി ഭാസിയേട്ടനോടേ ചോദിക്കാനുള്ളൂ. ഇപ്പോൾ എന്തിനാ നീ ഇതൊക്കെ അന്വേഷിക്കുന്നേ? ഭാസ്കര മേനോൻ ചോദിച്ചു. മാളുവിൻ്റെ മകളെ ഞാൻ കണ്ടു. അവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഇനി നിങ്ങൾ എന്തൊളിച്ചു വെച്ചിട്ടും കാര്യമില്ല. മാളുവിൻ്റെ മകൾ അവളുടെ അമ്മയെ തിരക്കി വന്നതാ. ഇനി എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, മാളു എവിടെയുണ്ട്. ഇവിടെയുള്ളവർ പറഞ്ഞില്ലേ? അതല്ലല്ലോ സത്യം. എനിക്ക് സത്യമാണ് അറിയേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞത് എനിക്ക് കേൾക്കണ്ട. ഭാസിയമ്മാമ തന്നെ പറഞ്ഞു കൊടുത്തേക്ക്. ഞങ്ങൾ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിശ്വാസം പോരാ, ഹരീന്ദ്രൻ പറഞ്ഞു. നീ മിണ്ടരുത്, മല്ലിക മകന് കർക്കശമായ താക്കീത് നൽകി. അടുത്ത ഭാഗം നാളെ.